ഹായ് മക്കളെ, 4ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതം 2ാമത്തെ യൂണിറ്റ് 1000 കടന്ന് ഈ പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങൾ നമുക്കിന്ന് ചെയ്താലോ. ഒന്നാമത്തെ പ്രവർത്തനം സംഖ്യാബന്ധം കണ്ടുപിടിക്കൂ. ബന്ധം കണ്ടുപിടിച്ച് ഒഴിഞ്ഞ കളങ്ങളിലെ സംഖ്യകൾ എഴുതൂ. അവിടെ ഒരു ബോക്സിൽ കുറച്ച് സംഖ്യകൾ കൊടുത്തിരിക്കുന്നുണ്ട്. 9, 10. 9നോട് 1 കൂട്ടിയാലാണ് 10 കിട്ടുക അല്ലേ. 9നോട് 1 കൂട്ടിയാലാണ് 10 കിട്ടുക. 100നോട് 1 കൂട്ടുമ്പോഴാണ് 101 ലഭിക്കുക. അപ്പോൾ ഡാഷ് 110. ഏതൊരു സംഖ്യയോട് 1 കൂട്ടുമ്പോഴാണ് 110 ലഭിക്കുക. ഏത് സംഖ്യയോട് 1 കൂട്ടുമ്പോഴാണ് 110 ലഭിക്കുക? 109 അല്ലേ. അപ്പോൾ അവിടെ 109 എഴുതുക. നെക്സ്റ്റ് 199 കൂട്ടണം 1 200 ആണ്. 279 കൂട്ടണം 1 ആണ് 280. 500 കൂട്ടണം 1 501. 666 കൂട്ടണം 1 667 അല്ലേ. 909 കൂട്ടണം 1 910. 989 കൂട്ടണം 1 990. 999 കൂട്ടണം 1 1000. ഓക്കെ, അടുത്ത പ്രവർത്തനം ടോട്ടോ കാറിന് നിറം കൊടുക്കൂ. നിങ്ങൾ എഴുതിയ സംഖ്യകൾ ചുവടെയുള്ള ചിത്രത്തിൽ നിന്ന് കണ്ടുപിടിക്കൂ. ആ കളങ്ങൾക്ക് നിറം കൊടുക്കൂ. നിങ്ങൾ അവിടെ ബോക്സിൽ വിട്ട ഭാഗത്ത് എഴുതിയല്ലോ ഡാഷ് ഇട്ട സ്ഥലത്ത്. ഏതൊക്കെയാണ് എഴുതിയത്? 109, 200, 279, 501, 910, 989, 1000. അപ്പോൾ ഈ സംഖ്യകളൊക്കെ ഇവിടെ നിങ്ങൾ കണ്ടെത്തുക. ആദ്യത്തെ സംഖ്യ ഏതാണ്? 109 അല്ലേ. 109 എവിടെയാണ് വരുന്നത്? ഇവിടെയുണ്ട്. അപ്പോൾ 109 വരുന്ന സ്ഥലത്തൊക്കെ കളർ നിങ്ങൾ ഭംഗിയായിട്ട് ഫില്ല് ചെയ്യണേ കേട്ടോ. ഇനി നെക്സ്റ്റ് സംഖ്യ ഏതാണ്? 200. 200 എവിടെയാണ്? ഇവിടെയുണ്ട്. അപ്പോൾ 200 വരുന്ന കളങ്ങളിലൊക്കെ കളർ കൊടുക്കുക. നെക്സ്റ്റ് ഏതാണ്? 279 ഇവിടെയുണ്ട്. 501 എവിടെയുണ്ട്? ഇവിടെയുണ്ട് അല്ലേ. നെക്സ്റ്റ് 910 എവിടെയുണ്ട്? ഇവിടെ 2 സ്ഥലത്ത് കാണുന്നത്. നിങ്ങൾ കാണുന്ന ഭാഗത്തൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വൃത്തിയായിട്ട് കളർ കൊടുക്കണേ. 989 കളർ ചെയ്യുക. 1000 ഇവിടെയുണ്ട്, അതിനും കളർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് മനോഹരമായൊരു ടോട്ടോ കാറാണ് ലഭിക്കുക കേട്ടോ. അടുത്ത പ്രവർത്തനം നമ്പർ പ്ലേറ്റ്. ടോട്ടോ കാറിൻ്റെ കൂട്ടുകാരാണ് ഇവർ. സൂചനകളിൽ നമ്പർ കണക്കാക്കി നമ്പർ പ്ലേറ്റിൽ എഴുതി ചേർക്കൂ. സൂചനകൾ എന്തൊക്കെയാണ്? 800, 4, 10, 2, 1. 800 എന്നാൽ 800 അല്ലേ. 800 കൂട്ടണം 4, 10, 40. 40 കൂട്ടണം 2. 2, 1, 2 ആണ്. അപ്പോൾ എത്ര കിട്ടും? 2, 4, 8. 842 ആണ് കിട്ടുക അല്ലേ. അപ്പോൾ ഇവിടെ എത്ര എഴുതുക? 842 എഴുതുക. നെക്സ്റ്റ് 910 നിന്നും 1 കുറവ് എത്രയായിരിക്കും? 909 അല്ലേ. ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏതാണ്? ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ 999. അടുത്ത എന്താണ്? ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യയോട് 1 കൂട്ടിയത്. ഏറ്റവും വലിയ രണ്ടക്ക സംഖ്യ ഏതാണ്? 99 അല്ലേ. 99നോട് 1 കൂട്ടിയാൽ എത്രയായിരിക്കും? 100 അല്ലേ. അപ്പോൾ അവിടെ 100 എന്ന് എഴുതുക. നെക്സ്റ്റ് പ്രവർത്തനം അമ്പമ്പോ 1000. എൻ്റെ നമ്പർ വായിക്കൂ. എത്രയാണ് അവിടെ എഴുതിയിട്ടുള്ളത്? കാറിൻ്റെ നമ്പർ 1000 എന്ന് എഴുതിയിട്ടുണ്ടല്ലേ. എൻ്റെ നമ്പർ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യയാണ്. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് വരച്ച് ചേർക്കൂ. ഏതൊക്കെ വാഹനങ്ങളുടെ നമ്പറുകൾ കൂട്ടിയാൽ ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടും? അപ്പോൾ ടോട്ടോ കാറിൻ്റെ നമ്പർ 1000 ആണല്ലേ. ഈ ടോട്ടോ കാറിൻ്റെ നമ്പർ കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതൊക്കെ വരച്ച് ചേർക്കണം? ആദ്യത്തേതുള്ളത് 505 അല്ലേ. 505നോട് എത്ര കൂട്ടിയാൽ 1000 കിട്ടും? 495. 505 കൂട്ടണം 495 ആണല്ലോ 1000. അപ്പോൾ ഇതിലേക്ക് വരച്ച് കൊടുക്കുക. നെക്സ്റ്റ് 999നോട് എത്ര കൂട്ടിയാൽ 1000 കിട്ടും? 999 കൂട്ടണം 1. നെക്സ്റ്റ് 750നോട് എത്ര കൂട്ടിയാൽ 1000 കിട്ടുക? 750 കൂട്ടണം 250. അതിലേക്ക് വരക്കുക. 990നോട് 10 കൂട്ടിയാലാണ് 1000 കിട്ടുക. അപ്പോൾ 990 10ലേക്ക് വരക്കുക. 900നോട് 100 കൂട്ടിയാലാണ് 1000 കിട്ടുക. ഓക്കെ, അടുത്ത പ്രവർത്തനം ഒന്നുകൂടി ചേർത്താൽ. അവിടെ ഒരു അബാക്കസ് കൊടുത്തിരിക്കുന്നുണ്ടല്ലേ. അബാക്കസിലെ സംഖ്യ എന്താണ്? 1000ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല. 100ൻ്റെ സ്ഥാനത്ത് എത്ര കല്ലകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ഉണ്ടല്ലേ. 100ൻ്റെ സ്ഥാനത്ത് 9 ഉണ്ട്. 10ൻ്റെ സ്ഥാനത്തും 9 തന്നെയാണ് ഉള്ളത്. 1ൻ്റെ സ്ഥാനത്തും 9 തന്നെയാണുള്ളത്. അപ്പോൾ എത്രയാണ് വരിക? 9,
9 എത്രയായിരിക്കും? അബാക്കസിലെ സംഖ്യ എന്താണ്? 999. ഇതിനോട് 1 കൂട്ടിയാൽ എത്രയാണ്? 999 കൂട്ടണം 1 എത്രയാണ്? 1000 അല്ലേ? 1000. ഈ സംഖ്യ അബാക്കസിൽ വരക്കൂ. ഇനി നിങ്ങൾ 1000 അബാക്കസിൽ വരക്കുക. അപ്പോൾ 1000 നമുക്ക് എങ്ങനെ അബാക്കസിൽ വരക്കാം? 1000ൻ്റെ സ്ഥാനത്ത് എത്രയുണ്ട്? 1 അല്ലേ? അപ്പോൾ ഒരു കല്ല വരക്കുക 1000ൻ്റെ സ്ഥാനത്ത്. 100ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ലല്ലോ, 0 അല്ലേ? അപ്പോൾ 100ൻ്റെ സ്ഥാനത്ത് വേണ്ട, 10ൻ്റെ സ്ഥാനത്തും വേണ്ട, 1ൻ്റെ സ്ഥാനത്തും വേണ്ട. 1000ൻ്റെ സ്ഥാനത്ത് മാത്രം ഒരു കല്ല വരക്കുക. പസിൽ കോർണർ. ഞാൻ ആര്? അബാക്കസിൽ ഒരു മുത്ത്, ഏറ്റവും വലിയ 3 അക്ക സംഖ്യയേക്കാൾ വലിയവൻ. ഞാൻ ആര്? അബാക്കസിൽ എൻ്റെ സ്ഥാനം ഏതാണ്? 1000ൻ്റെ സ്ഥാനമല്ലേ? ഏതായിരിക്കും സംഖ്യ? 1000. അടുത്ത പ്രവർത്തനം പെട്രോൾ പമ്പ്. കാറോട്ട മത്സരത്തിൽ പങ്കെടുക്കുന്ന കാറുകൾ ഓരോന്നും 1000 രൂപയ്ക്ക് പെട്രോൾ നിറച്ചു. ടോട്ടോക്കാർ 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. എത്ര നോട്ടുകൾ? ടോട്ടോക്കാർ 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത് അല്ലേ? അപ്പോൾ 1000 രൂപയ്ക്കാണ് പെട്രോൾ നിറച്ചത്. ടോട്ടോക്കാർ 100 രൂപയുടെ നോട്ടുകളാണ് കൊടുത്തത്. അപ്പോൾ 100 രൂപയുടെ എത്ര നോട്ടുകൾ കൊടുക്കേണ്ടി വരും 1000 രൂപയാകാൻ വേണ്ടി? 100 രൂപയുടെ 10 നോട്ടുകൾ കൊടുക്കണം അല്ലേ? 100 കൂട്ടിയാലാണല്ലോ 1000. അപ്പോൾ ടോട്ടോക്കാർ 100 രൂപയുടെ എത്ര നോട്ടുകളായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? 10 നോട്ടുകൾ. ഇനി ടോമോക്കാർ 10 രൂപയുടെ ഒരു കെട്ട് നോട്ടാണ് കൊടുത്തത്. 1000 രൂപയാണ് ആകേണ്ടത്. 10 രൂപയുടെ ഒരു കെട്ട് നോട്ട് കൊടുത്തു. എത്ര 10കൾ കൂട്ടിയാലാണ് 1000? 100 10കൾ കൂട്ടണമല്ലേ 1000 ആവണമെങ്കിൽ. അപ്പോൾ ഇവിടെ 100. ഇനി ബഗ്ഗിക്കാർ 1 രൂപ നാണയങ്ങളാണ് കൊടുത്തത്. 1000 രൂപ കൊടുക്കാൻ വേണ്ടി 1 രൂപയുടെ നാണയങ്ങളാണ് കൊടുത്തത്. എത്ര നാണയങ്ങൾ കൊടുത്തിട്ടുണ്ടാകും? 1000 നാണയങ്ങൾ. ഓക്കെ. അടുത്ത പ്രവർത്തനം കാറോട്ട മത്സരം. റേസ് സർക്യൂട്ടിൽ കാറുകളുടെ മത്സരയോട്ടം നടക്കുകയാണ്. ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടും. ഓരോ കാറും ഓടിത്തീർത്ത റൗണ്ടുകൾ നൽകിയിരിക്കുന്നു. പോയിന്റ് കണക്കാക്കുക. കാറിൻ്റെ പേര് മിക്കി. ഒരു റൗണ്ടാണ് ഓടിയത് അല്ലേ? മിക്കി ഒരു റൗണ്ടാണ് ഓടിയത്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, ഒരു റൗണ്ട് കഴിഞ്ഞാൽ 1000 പോയിന്റ് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ മിക്കിക്ക് എത്ര പോയിന്റ് കിട്ടി? 1000 പോയിന്റ് ലഭിച്ചു. സ്കൈബി 5 റൗണ്ടാണ് ഓടിയത്. അപ്പോൾ എത്ര പോയിന്റ് ലഭിക്കും? ഒരു റൗണ്ടിന് 1000 ആണ്. അപ്പോൾ 5000. ഇനി ബഗ്ഗി 3 റൗണ്ട് ഓടി. അപ്പോൾ 3000. ആൽഫ 6 റൗണ്ട് ഓടി. അപ്പോൾ 6000. ടോമോ 7 റൗണ്ട് ഓടി. 7000. ഫ്ലോറ 4 റൗണ്ട് ഓടി. 4000 ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്രെഡി 8 റൗണ്ട് ഓടി. 8000. സ്പീഡി 9 റൗണ്ട് ഓടി. 9000. ടോട്ടോ 10 റൗണ്ട് ഓടി. 10000. ബോണി 2 റൗണ്ട് ഓടി. 2000. കിട്ടിയ പോയിന്റിൻ്റെ അടിസ്ഥാനത്തിൽ കാറുകളെ ക്രമപ്പെടുത്തി നോട്ട്ബുക്കിൽ എഴുതൂ. എങ്ങനെയൊക്കെ ക്രമപ്പെടുത്താം? ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് ഓർഡറിലല്ല എഴുതിയിട്ടുള്ളത് അല്ലേ? നിങ്ങൾ നോട്ട്ബുക്കിൽ ഇതുപോലെ കോളം വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമത്തിൽ എഴുതുക. അപ്പോൾ ഫസ്റ്റിൽ 1000 അല്ലേ? മിക്കി ഒന്നാമതായിട്ട് വരും. രണ്ടാമതായിട്ട് ബോണി 2000. മൂന്നാമതായിട്ട് ആർക്കാണോ 3000 ഉള്ളത്? ബഗ്ഗി അല്ലേ? 3. 4 ആരാണ് 4000 ഉള്ളത്? ഫ്ലോറ. 5 സ്കൈബി. 6 ആൽഫ. 7 ടോമോ. 8 ഫ്രെഡി. 9 സ്പീഡി. 10 ടോട്ടോ. അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങൾ ഓർഡറിൽ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അടുത്ത പ്രവർത്തനം പടി കയറാം. പടികളിലെ സംഖ്യകളെല്ലാം എഴുതുക. ഒന്നാമത്തെ പടിയിൽ 1000, രണ്ടാമത്തെ പടിയിൽ 2000, മൂന്നാമത്തെ പടിയിൽ 3000 ഉണ്ട്. അപ്പോൾ എത്രയാണ്? 3000 അല്ലേ? 3000. നാലാമത്തെ പടിയിൽ 4000 താഴെയുള്ള ബോക്സിൽ എഴുതുക. അപ്പോൾ എത്രയാണ് കിട്ടുക? 4000. 4 എന്ന് എഴുതുക. 3 0. നെക്സ്റ്റ് അഞ്ചാമത്തെ പടിയിൽ 5000, 5000. ആറാമത്തെ പടിയിൽ 6000 അവിടെ ഉണ്ടല്ലേ. ഏഴാമത്തെ പടി 7000. താഴെ എന്ത് എഴുതുക? 7000 താഴെ എഴുതുക. അപ്പോഴാണ് 7000 കിട്ടുക. അടുത്ത പടി 8000, 9000,
10,000. ഓക്കെ. ഇനി സ്കൈ ബി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കൂ. 5,000 ചേർന്നാൽ 5,000. സ്കൈ ബി കാറിന് 5,000 ലഭിച്ചത് അല്ലേ? അപ്പോൾ 5,000 എങ്ങനെ അബാക്കസിൽ വരയ്ക്കാം? 1000ൻ്റെ സ്ഥാനത്ത് എത്ര മുത്തുകൾ വേണം? 5 മുത്തുകൾ വേണം അല്ലേ? അപ്പോൾ 1000ൻ്റെ സ്ഥാനം ഇതാണ്. അപ്പോൾ അവിടെ 5 മുത്തുകൾ വരയ്ക്കാം. 3, 4, 5. അപ്പോൾ എത്രയായി? 5 മുത്തുകൾ വരച്ചല്ലോ. 5,000 അല്ലേ? 100ൻ്റെ സ്ഥാനത്ത് വേണ്ട, 10ൻ്റെ സ്ഥാനത്ത് വേണ്ട, 1ൻ്റെ സ്ഥാനത്ത് വേണ്ട. ഇനി സ്പീഡി കാറിന് ലഭിച്ച പോയിന്റുകൾ അബാക്കസിൽ വരയ്ക്കൂ. 9,000 സ്പീഡി കാറിന് ലഭിച്ചത്. അപ്പോൾ 9,000 എങ്ങനെ അബാക്കസിൽ വരയ്ക്കാം? 1000ൻ്റെ സ്ഥാനത്ത് 9 കല്ലുകൾ വരയ്ക്കുക. 1, 2, 3, 4, 5, 6, 7, 8, 9. ഇനി 100ൻ്റെ സ്ഥാനത്ത് വേണ്ട, 10ൻ്റെ സ്ഥാനത്ത് വേണ്ട, 1ൻ്റെ സ്ഥാനത്തും വേണ്ട. ഓക്കെ. 10,000 ചേരുമ്പോൾ 10,000, 10,000 എന്നും പറയും. 20,000 ചേരുമ്പോഴോ? 20,000 അല്ലേ? എങ്ങനെ എഴുതാം 20,000? 20 എന്ന് എഴുതുക, 3 0 ഇടുക. 20,000. മറ്റു തുകകൾ എഴുതുക. നോക്കാം. ബോക്സിൽ 10 കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ 10, 100, 1000, 10,000 ഇവ തുകയായിട്ട് വരുന്ന സംഖ്യകൾ കൂട്ടി എഴുതാനാണ് പറഞ്ഞത്. ആദ്യത്തെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്? 5 കൂട്ടണം 5 10 കിട്ടുന്നു. 6 കൂട്ടണം 4 10 കിട്ടും അല്ലേ? 7 കൂട്ടണം 3 10 കിട്ടും. അടുത്ത എത്രയായിരിക്കും? 8 കൂട്ടണം 2 10 കിട്ടും അല്ലേ? നെക്സ്റ്റ് 9 കൂട്ടണം 1 10 കിട്ടും. അതുപോലെ തന്നെ 100 കിട്ടുന്നത് എഴുതുക. 100 തുകയായിട്ട് എങ്ങനെയൊക്കെ വരും? ഇവിടെ 5 കൂട്ടണം 5 ആണല്ലോ എഴുതിയിട്ടുള്ളത്. അതുപോലെ 100 50 കൂട്ടണം 50 100. ഇനി 60 കൂട്ടണം 40 100. 70 കൂട്ടണം 30 100. 80 കൂട്ടണം 20 100. 90 കൂട്ടണം 10 100. ഇതുപോലെ തന്നെ 1000 എങ്ങനെ കിട്ടും? 50 കൂട്ടണം 50 ആണല്ലോ ഇപ്പുറത്തുള്ളത്. അതേപോലെ 500 കൂട്ടണം 500 കൂട്ടിക്കഴിഞ്ഞാൽ 1000 കിട്ടും അല്ലേ? നെക്സ്റ്റ് 600 കൂട്ടണം 400 1000. നെക്സ്റ്റ് 700 കൂട്ടണം 300 1000. 800 കൂട്ടണം 200 1000. 900 കൂട്ടണം 100 1000. ഇനി 10,000 കിട്ടുന്നത് ഇതുപോലെ. ഇപ്പം 500 ആണല്ലോ ഇവിടെ ഉള്ളത്. ഇത് 5,000 ആക്കിയല്ലേ? 5,000 കൂട്ടിക്കഴിഞ്ഞാൽ 10,000 ആണല്ലോ. ഇനി 10,000 എങ്ങനെയൊക്കെ കിട്ടും? 6,000 കൂട്ടണം 4,000. നെക്സ്റ്റ് 7,000 കൂട്ടണം 3,000. 8,000 കൂട്ടണം 2,000. 9,000 കൂട്ടണം 1,000. നെക്സ്റ്റ് സ്പീഡോമീറ്റർ. കാറോട്ട മത്സരം തുടങ്ങുന്നതിന് മുമ്പ് ടോട്ടോ 1000 കിലോമീറ്ററാണ് ഓടിയത്. മത്സരത്തിൽ ഒരു ലാപ്പ് 1 കിലോമീറ്ററാണ്. പട്ടിക പൂർത്തിയാക്കൂ. ലാപ്പ് 1 അപ്പോൾ സ്പീഡോമീറ്ററിൽ എത്ര കാണും? 1001 കാണും അല്ലേ? 1000 1 കൂട്ടുമ്പോൾ 1001 കാണും. ഇനി 2 ലാപ്പ് 1000 കൂട്ടണം 2 1002. 3 ലാപ്പ് 1000 കൂട്ടണം 3 1003. 4 ലാപ്പ് 1000 കൂട്ടണം 4 1004. 5 1000 കൂട്ടണം 5 1005. 6 1000 കൂട്ടണം 6 1006. 7 1000 കൂട്ടണം 7 1007. ഇനി 11 ലാപ്പ് ഓടിയാൽ സ്പീഡോമീറ്ററിൽ എത്രയാകും? 1000 കൂട്ടണം 11 അല്ലേ? അപ്പോൾ 1000 കൂട്ടണം 11 സമം എത്രയാണ്? 1011. 1011. നെക്സ്റ്റ് ചോദ്യം എന്താണ്? 15 ലാപ്പ് ഓടിയാലോ? 1000 കൂട്ടണം 15 അല്ലേ? 1000 കൂട്ടണം 15 സമം എത്രയാണ്? 1015. ഇനി 25 ലാപ്പ് ഓടിയാൽ എത്രയായിരിക്കും? 1000 കൂട്ടണം 25 അല്ലേ? 1000 കൂട്ടണം 25 എത്രയാണ്? സമം 1025. ഓക്കെ. നെക്സ്റ്റ് എഴുതാം, വരയ്ക്കാം, വായിക്കാം. 1000 1. 1000ഉം 1ഉം 1000 കൂട്ടണം 1 അല്ലേ? 1001. 1001 എന്ത് ചെയ്യണം നിങ്ങൾ? 1000ൻ്റെ സ്ഥാനത്ത് എത്രയാണ്? 1 അല്ലേ? 100ൻ്റെ സ്ഥാനത്ത് 0. 10ൻ്റെ സ്ഥാനത്ത് 0. 1ൻ്റെ സ്ഥാനത്ത് 1. ഇനി അടുത്തത് 1000ഉം 2ഉം 1002. 1ൻ്റെ സ്ഥാനത്ത് 1000ൻ്റെ സ്ഥാനത്ത് 1 തന്നെയാണ്. 100ൻ്റെ സ്ഥാനത്ത് 0. 10ൻ്റെ സ്ഥാനത്ത് 0. 1ൻ്റെ സ്ഥാനത്ത് 2. 1000 4. 1000ഉം 4ഉം 1004. 1004 ഇതേപോലെ നിങ്ങൾ സ്ഥാനങ്ങളായിട്ട് എഴുതുക കേട്ടോ. 1000 6. 1006.
1000 5, 1005, 1009, 1009, 1007, 1007, 1008, 1008, 1010, 1010. ഓക്കെ. നെക്സ്റ്റ് 1000 ചേരുമ്പോൾ 1000 കൂട്ടണം 100, 1100, 1100 അല്ലേ. 1000 കൂട്ടണം 10, 1010. 2000 കൂട്ടണം 200, 2200. 3000 കൂട്ടണം 40, 3040. 3000 കൂട്ടണം 5, 3005. 1000 കൂട്ടണം 300 കൂട്ടണം 30, 1330. 5000 കൂട്ടണം 30 കൂട്ടണം 3, 5033. 8000 കൂട്ടണം 300 കൂട്ടണം 3, 8303. 6000 കൂട്ടണം 700 കൂട്ടണം 40 കൂട്ടണം 8, 6748. 1000 മുതൽ 1200 വരെ എത്ര സംഖ്യകളുണ്ട്? എങ്ങനെ കണ്ടെത്താം? 1200-ൽ നിന്ന് 1000 കുറക്കാം അല്ലേ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം? 1000 മുതൽ 1200 വരെ. അപ്പോൾ 1000-നോട് എത്ര കൂട്ടിയാലാണ് 1200? 200 അല്ലേ? അപ്പോൾ എത്ര സംഖ്യകൾ ഉണ്ടാകും? 200 സംഖ്യകൾ ഉണ്ടായിരിക്കും. 200. നെക്സ്റ്റ് അക്കത്തിലും അക്ഷരത്തിലും എഴുതൂ. അക്കത്തിൽ 5250, 5250. നെക്സ്റ്റ് 7707 അക്ഷരത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അക്കത്തിൽ എഴുതുക അല്ലേ. നെക്സ്റ്റ് 9018. നെക്സ്റ്റ് 9009 അക്ഷരത്തിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ. 9009 എങ്ങനെ എഴുതാം? 9009. നെക്സ്റ്റ് സംഖ്യാ കാർഡുകൾ നോക്കൂ. അവ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്ന 4 അക്ക സംഖ്യകൾ എഴുതൂ. 3, 5, 8, 1. ഈ 3, 5, 8, 1 ഈ 4 സംഖ്യകൾ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന 4 അക്ക സംഖ്യകൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോക്സിൽ എഴുതി ചേർക്കുക. നമ്മൾക്ക് എഴുതി തുടങ്ങാം. ആദ്യം 1-ൽ തുടങ്ങുന്നത് എഴുതാമല്ലേ. അപ്പോൾ നമുക്കറിയാം 1-ൽ തുടങ്ങുന്ന സംഖ്യ ആയിരിക്കും ഏറ്റവും ചെറിയ സംഖ്യയായിട്ട് വരുന്നത് അല്ലേ. അതായത് 3, 5, 8, 1 ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1, 3, 5, 8. അതായത് 1358. നെക്സ്റ്റ് അതിനേക്കാളും വലുതാണ് 1385. നെക്സ്റ്റ് സംഖ്യ 1538, 1583, 1835, 1853. ഇനി 3-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 3158, 3185, 3518, 3581, 3815, 3851. നെക്സ്റ്റ് 5-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 5138, 5183, 5318, 5381, 5813, 5831. നെക്സ്റ്റ് 8-ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 8135, 8153, 8315, 8351, 8513, 8531. ഓക്കെ. അപ്പം മൊത്തം എത്ര സംഖ്യകൾ കിട്ടി? 1-ൽ തുടങ്ങുന്ന 6 സംഖ്യകൾ, 3-ൽ തുടങ്ങുന്ന 6 സംഖ്യകൾ, 5-ൽ തുടങ്ങുന്ന 6 സംഖ്യകൾ, 8-ൽ തുടങ്ങുന്ന 6 സംഖ്യകൾ. അപ്പോൾ 6ഉം 6ഉം 12, 12ഉം 6ഉം 18, 18ഉം 6ഉം 24 സംഖ്യകൾ കിട്ടി അല്ലേ. ഓക്കെ. ഇനി താഴെ ചോദ്യം കൊടുത്തിരിക്കുന്നത് 5-ൽ തുടങ്ങുന്ന എത്ര സംഖ്യകളുണ്ട്? അപ്പോൾ 5-ൽ തുടങ്ങുന്ന എത്ര സംഖ്യകളാണുള്ളത് നോക്കിയേ? 6 സംഖ്യകൾ അല്ലേ. നെക്സ്റ്റ് എന്താണ് ചോദ്യം? 10ൻ്റെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 10ൻ്റെ സ്ഥാനം അറിയാമല്ലോ. 1ൻ്റെ സ്ഥാനം ഏറ്റവും അറ്റത്തുള്ളത്. 10ൻ്റെ സ്ഥാനം 1-ാം സ്ഥാനം കഴിഞ്ഞ് തൊട്ടിപ്പുറത്ത് വരുന്നത് അല്ലേ. അപ്പോൾ ആ സ്ഥാനത്ത് 2ാമത്തെ സ്ഥാനത്ത് 8 വരുന്ന എത്ര സംഖ്യകളുണ്ട്? 6 എണ്ണം അല്ലേ. ഓക്കെ. ഇനി സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് എന്ന ക്രമത്തിൽ നോട്ട്ബുക്കിൽ എഴുതുക. നിങ്ങൾ ഈ ബോക്സിൽ എഴുതിയ സംഖ്യകളുണ്ടല്ലോ, അതിനെ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള ക്രമത്തിൽ നിങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നോട്ട്ബുക്കിൽ. എങ്ങനെ എഴുതാം? നമ്മളിപ്പം ബോക്സിൽ എഴുതിയിരിക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആദ്യം ഫസ്റ്റിൽ 1358, പിന്നെ 1385, 1538, 1583. ഇത് നമ്മൾ എഴുതിയിരിക്കുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ഫസ്റ്റ് 1000-ൽ തുടങ്ങുന്നു, പിന്നെ 3000-ൽ തുടങ്ങുന്നു, പിന്നെ 5000-ൽ, പിന്നെ 8000-ൽ അല്ലേ. അപ്പോൾ അതേ രീതിയിൽ എഴുതി വെച്ചാൽ മതി കേട്ടോ. നെക്സ്റ്റ് അടുത്ത പ്രവർത്തനം സംഖ്യ വായിക്കാമോ?
മത്സരത്തിൽ പങ്കെടുക്കാനുള്ള സ്പീഡി കാറിൻ്റെ രജിസ്റ്റർ നമ്പർ ചെളി പുരണ്ട് മറഞ്ഞിരിക്കുന്നു. സ്പീഡി കാറിൻ്റെ രജിസ്റ്റർ നമ്പറിൽ ചെളി പുരണ്ടിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന നമ്പർ എത്രയാണുള്ളത്? 9 അല്ലേ? കുറച്ച് സ്ഥലം വൃത്തിയാക്കിയപ്പോൾ എത്ര കിട്ടി? 99. കുറച്ചുകൂടി വൃത്തിയാക്കിയപ്പോഴോ 999. മിക്ക ഭാഗവും വൃത്തിയാക്കിയപ്പോൾ എത്രയാണ് ശരിക്കും? 9999. എന്തൊരു ചന്തം! 9 കൂട്ടണം 1 10, 99 കൂട്ടണം 1 100, 999 കൂട്ടണം 1 1000, 9999 കൂട്ടണം 1 10,000. ഓക്കെ. നെക്സ്റ്റ് മഡ് റേസ്. കൂട്ടുകാരുമായി മഡ് റേസ് കളിക്കൂ. 100, 200, 400, 600 വരെ എഴുതിയ ഡൈസ് ഉപയോഗിച്ച് കളിക്കുക. മഡ് റേസ് കളിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 100, 200, 400, 600 വരെ എഴുതിയ ഡൈസ് ഉപയോഗിച്ച് വേണം കളിക്കാൻ വേണ്ടി. ഇനി എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡൈസ് വീഴുമ്പോൾ മുകളിൽ കാണുന്ന സംഖ്യക്കനുസരിച്ച് കാർ നീക്കണം. അപ്പോൾ ഇവിടെ 400 വീണിരിക്കുന്നത് അല്ലേ? അപ്പോൾ കാർ എവിടെ എത്തും? 400ൻ്റെ അവിടെ ഇങ്ങനെ എത്തും. പാലം വന്നാൽ പാലത്തിൽ കയറി മുന്നോട്ട് പോകണം. കുഴിയിൽ വീണാലോ പിറകോട്ടേക്ക് എത്തും. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ നിന്ന് കളിക്കുക കേട്ടോ. നെക്സ്റ്റ് പ്രവർത്തനം സമ്മാനം. കാറോട്ട മത്സരത്തിൽ വിജയിയായ ടോട്ടോയ്ക്ക് ട്രോഫിക്കൊപ്പം ക്യാഷ് പ്രൈസും ഉണ്ട്. സമ്മാനം ചെക്കായിട്ടാണ് കൊടുത്തത്. ചെക്കിൽ തുക അക്കത്തിൽ എഴുതൂ. ചെക്ക് കൊടുത്തിട്ടുണ്ട് ടോട്ടോക്ക് അല്ലേ? അപ്പോൾ ചെക്കിൽ തുക 9999 എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? അപ്പോൾ നിങ്ങളത് അക്കത്തിൽ എഴുതുക അല്ലേ? 9999 999. നെക്സ്റ്റ് സഞ്ചരിച്ച ദൂരം. ഓരോ കാറും ആകെ സഞ്ചരിച്ച ദൂരം ചുവടെ തന്നിരിക്കുന്നു. ഒന്നാമത് മിക്കി അല്ലേ? എത്ര ദൂരം സഞ്ചരിച്ചു? 8546 കിലോമീറ്റർ സഞ്ചരിച്ചു. ബോണി 7982 സഞ്ചരിച്ചു. സ്പീഡി 6375 സഞ്ചരിച്ചു. ഫ്രെഡി 5114. ഫ്ലോറ 6735. ടോട്ടോ 5564. ഓടിയ ദൂരത്തിനനുസരിച്ച് പട്ടികപ്പെടുത്തു. കൂടുതൽ ദൂരം ഓടിയത് ആദ്യവും കുറച്ച് ദൂരം ഓടിയത് അവസാനവും എഴുതണേ. അപ്പോൾ എങ്ങനെ പട്ടികപ്പെടുത്താം? കൂടുതൽ ദൂരം ഓടിയത് ആദ്യം എഴുതണം അല്ലേ? അപ്പോൾ കൂടുതൽ ദൂരം ഓടിയത് ആരാണ്? 8546ഉം 8564 കാണുന്നുണ്ട് അല്ലേ? നമ്മൾക്കറിയാം 8ൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് 8000. അപ്പോൾ ഈ രണ്ട് സംഖ്യകളുണ്ട്. ഇതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും? 8546 വലുതാണ് 64. അപ്പോൾ ഏതാണ് കൂടുതൽ ദൂരം ഓടിയത്? 8564 അല്ലേ? ഇനി രണ്ടാമതായിട്ട് ഏതെഴുതാം? 8546 എഴുതാം. മൂന്നാമതായിട്ടോ 7000ൽ തുടങ്ങുന്ന ഒന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? 7982. നെക്സ്റ്റ് 6375 ഉണ്ട്, 6735 ഉണ്ടല്ലേ? അപ്പോൾ ഇതിൽ വലുതേതായിരിക്കും? 6735. നെക്സ്റ്റ് 6375. നെക്സ്റ്റ് ഫ്രെഡി അല്ലേ? 5114. ഓക്കെ. ബഗ്ഗി കാറിൻ്റെ നമ്പർ. അബാക്കസിലെ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ൻ്റെ സ്ഥാനത്തിടുക. ഇപ്പോൾ കിട്ടിയ സംഖ്യ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അബാക്കസിലെ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് ഒരു മുത്തെടുത്ത് 1ൻ്റെ സ്ഥാനത്തിടുക. അബാക്കസിൻ്റെ 1000ൻ്റെ സ്ഥാനത്ത് 5 മുത്തുകളാണുള്ളത് അല്ലേ? അപ്പോൾ ഈ 5 മുത്തിൽ നിന്ന് 1 എടുത്തിട്ട് എന്ത് ചെയ്യണം? 1ൻ്റെ സ്ഥാനത്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് 4 ആകും, 1ൻ്റെ സ്ഥാനത്ത് 1 ആകും. അപ്പോൾ എത്രയായിരിക്കും സംഖ്യ? 4, ഇവിടെ 0, ഇവിടെ 0, ഇവിടെ 1 അല്ലേ? 4001. എത്രയായിരിക്കും സംഖ്യ? 4001. ഇനി അബാക്കസിലെ ആദ്യ സംഖ്യയും ഇപ്പോൾ ലഭിച്ച സംഖ്യയും തമ്മിലുള്ള വ്യത്യാസമാണ് ബഗ്ഗി കാറിൻ്റെ നമ്പർ. അബാക്കസിലെ ആദ്യ സംഖ്യ ഏതാണ്? 5000 അല്ലേ? 1000ൻ്റെ സ്ഥാനത്ത് 5, 100ൻ്റെ സ്ഥാനത്തില്ല, 10ൻ്റെ സ്ഥാനത്തില്ല, 1ൻ്റെ സ്ഥാനത്തുമില്ല. അപ്പോൾ 5000 ആണല്ലോ ആദ്യത്തെ സംഖ്യ. ഈ 5000ത്തിൽ നിന്ന് രണ്ടാമത് ലഭിച്ച സംഖ്യ ഏതാണ്? 4001 അല്ലേ? 5000 കുറക്കണം 4001. എത്രയായിരിക്കും കിട്ടുക? 0ത്തിൽ നിന്ന് 1 കുറക്കാൻ സാധിക്കില്ല അല്ലേ? അപ്പോൾ 1000ൻ്റെ സ്ഥാനത്ത് നിന്ന് 1 കടമെടുത്തു. അപ്പോൾ 10ൽ നിന്ന് 1 കുറച്ചാൽ 9. ഇവിടെയും 9, ഇവിടെയും 9. എത്രയാണ് സംഖ്യ? 999.
നെക്സ്റ്റ് ഒന്നും കൂടി ചേർന്നാൽ അബാക്കസിലെ സംഖ്യ എന്താണ്? എന്താണ് അബാക്കസിലെ സംഖ്യ? 10,000-ൻ്റെ സ്ഥാനത്ത് ഒന്നുമില്ല, 1000-ൻ്റെ സ്ഥാനത്ത് 9, 100-ൻ്റെ സ്ഥാനത്ത് 9, 10-ൻ്റെ സ്ഥാനത്ത് 9, 1-ൻ്റെ സ്ഥാനത്ത് 9. 9,999 അല്ലേ? 9,999. ഇതിനോട് ഒന്ന് കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ എന്താണ്? 9,999 കൂട്ടണം 1 എത്രയായിരിക്കും? 9 1 10 അല്ലേ? വീണ്ടും 9 1 10, വീണ്ടും 9 1 10, വീണ്ടും 9 1 10. അപ്പോൾ എത്രയാണ് കിട്ടുക? 10,000 അല്ലേ? 10,000. 10 എഴുതാ, 3 0 ഇടുക, 10,000. നെക്സ്റ്റ്, ടോമോ കാർ വർക്ക്ഷോപ്പിൽ കാറോട്ട മത്സരത്തിന് ശേഷം കേടുപാടുകൾ മാറ്റുന്നതിനായി ടോമോ കാറിനെ വർക്ക്ഷോപ്പിലേക്ക് മാറ്റി. ബാറ്ററി മാറ്റാൻ 3,500 രൂപയും എൻജിൻ പണിക്ക് 2,500 രൂപയും പെയിൻറ്റിങ്ങിന് 4,000 രൂപയും ആയി. ആകെ എത്ര രൂപ ചിലവായി? ചോദ്യം വായിച്ച് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ. എന്താണ് നിങ്ങൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കിയത്? ബാറ്ററി മാറ്റാൻ 3,500 രൂപ. അപ്പോൾ 3,500 കൂട്ടണം. എൻജിൻ പണിക്ക് 2,500 രൂപ. 2,500 കൂട്ടണം. പെയിൻറ്റിങ്ങിന് 4,000 രൂപ അല്ലേ? 4,000. ആകെ എത്രയായി? 0 0 5 5 10. 10ൻ്റെ 1 ബാക്കി ഇവിടെ എഴുതാം. 1 3 4, 4 2 6, 6 4 10. എത്രയാണ് ആകെ ചിലവായ തുക? 10,000 അല്ലേ? 10,000. ഓക്കെ. നെക്സ്റ്റ്, യാത്ര പോകാം. ടോട്ടോ കാർ ഒരു അഖിലേന്ത്യാ യാത്രക്കുള്ള ഒരുക്കത്തിലാണ്. അതിനായി 4 ടയറുകളും മാറ്റണം. ഒരു ടയറിന് 2,500 രൂപ. ആകെ എത്ര രൂപ വേണം? അപ്പോൾ 4 2,500 കൂട്ടണം അല്ലേ? 4 2,500 കൂട്ടിയാൽ എത്രയാണ്? 2 2,500 കൂട്ടിക്കഴിഞ്ഞാൽ 5,000 കിട്ടും അല്ലേ? അപ്പോൾ 4 2,500 കൂട്ടിയാൽ 10,000 ആണ് ലഭിക്കുക. 10,000. നെക്സ്റ്റ്, അഖിലേന്ത്യാ യാത്രക്കിടെ ബോണി ഇലക്ട്രിക് കാർ ചാർജ് ചെയ്തപ്പോൾ കൊടുത്ത തുകയാണ് താഴെ തന്നിട്ടുള്ളത്. കാർ ചാർജ് ചെയ്യാൻ ചിലവായ തുക കണക്കാക്കുക. 3,500 രൂപ, 2,000 രൂപ, 3,000 രൂപ. ഞാൻ കണക്കാക്കിയ രീതി എങ്ങനെയാണ് ഞാൻ കണക്കാക്കിയത്? 3,000വും 2,000വും ആദ്യം കൂട്ടി. അപ്പോൾ 5,000 കിട്ടി. 5,000-നോട് 3,500 കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 8,500 രൂപ. നെക്സ്റ്റ്, ക്രമം തുടരൂ. 500, 1000, 1,500. അടുത്ത സംഖ്യ ഏതാണ്? അപ്പോൾ 500-ൻ്റെ കൂടെ 500 കൂട്ടുമ്പോഴാണ് 1000 കിട്ടുന്നത്. 1000-ൻ്റെ കൂടെ 500 കൂട്ടുമ്പോഴാണ് 1,500. ഇനി 1,500-ൻ്റെ കൂടെ 500 കൂട്ടിയാൽ എത്രയായിരിക്കും? 2,000 അല്ലേ? 2,000, 2,500, 3,000, 3,500, 4,000, 4,500. നെക്സ്റ്റ്, 4,000, 6,000, 8,000. അടുത്തത് എത്രയാണ്? 2,000 കൂട്ടി വരികയാണല്ലേ? 4,000-ൻ്റെ കൂടെ 2,000 കൂട്ടുമ്പോഴാണ് 6,000 കിട്ടുന്നത്. 6,000-ൻ്റെ കൂടെ 2,000 കൂട്ടുമ്പോഴാണ് 8,000 കിട്ടുന്നത്. ഇനി 8,000-ൻ്റെ കൂടെ 2,000 കൂട്ടിയാൽ എത്രയായിരിക്കും? 10,000, 10,000, 12,000, 14,000, 16,000, 18,000, 20,000. ഓക്കെ. നെക്സ്റ്റ്, 7,628, 7,728, 7,828 എത്രയാണ് കൂട്ടുന്നത്? 100 കൂട്ടി വരികയാണല്ലേ? അടുത്ത എത്രയായിരിക്കും? 7,928, 8,028, 8,128, 8,228, 8,328. നെക്സ്റ്റ്, 2,222, 3,333, 4,444. ഇനി എത്രയാണ് കൂട്ടേണ്ടത്? ഓരോന്നിൻ്റെ കൂടെയും 1,111 കൂട്ടുകയാണ്. അപ്പോൾ 4,444-ൻ്റെ കൂടെ 1,111 കൂട്ടുക. അപ്പോൾ എത്ര കിട്ടും? 5,555, 6,666, 7,777, 8,888, 9,999. ഇനി 9,999-ൻ്റെ കൂടെ 1,111 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 11,110. ഓക്കെ. നെക്സ്റ്റ്, 9,400, 9,300, 9,200 കുറഞ്ഞു വരികയാണ് അല്ലേ? അടുത്ത എത്രയായിരിക്കും? 100 കുറയുകയാണ്. 9,100, 9,000, 8,900, 8,800, 8,700, 8,600. നെക്സ്റ്റ്,
3021 4132 5243. നെക്സ്റ്റ് എത്രയാണ്? എത്രയായിരിക്കും വേണ്ടത്? എത്രയാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്? 1111 തന്നെയാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3021 കൂടെ 1111 കൂട്ടുമ്പോഴാണ് 4132 ആകുന്നത്. അതിൻ്റെ കൂടെ 1111 കൂട്ടുമ്പോഴാണ് എത്രയാകുന്നത്? 5243 ആകുന്നത്. ഇതിൻ്റെ കൂടെ 1111 കൂട്ടുമ്പോൾ 6354 കിട്ടും. ഇതിൻ്റെ കൂടെ 1111 കൂട്ടുമ്പോൾ എത്ര കിട്ടും? 7465. വീണ്ടും കൂട്ടുമ്പോൾ 8576. നെക്സ്റ്റ് 9687. ഇനി 10798. ഇതിൻ്റെ കൂടെ 1111 കൂട്ടുക, എത്ര കിട്ടും? 11909. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് സ്വന്തം പാറ്റേൺ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പാറ്റേൺ. നമുക്ക് 4 പാറ്റേൺ തയ്യാറാക്കാം. 1100, 1200, 1300, 1400, 1500, 1600. അതായത് സിമ്പിൾ അല്ലേ? 100 കൂട്ടി പോകുന്നു. ഇനി അടുത്തൊരു പാറ്റേൺ എഴുതാം. 4132. 4132നോട് 11 കൂട്ടുന്നു. അപ്പോൾ എത്ര കിട്ടും? 4143. അതിനോട് വീണ്ടും 11 കൂട്ടുന്നു. അപ്പോൾ 4154. വീണ്ടും 11 കൂട്ടുന്നു. 4165, 4176, 4187. നെക്സ്റ്റ് 8000, 7000, 6000, 5000, 4000, 3000. അതായത് 1000 കുറഞ്ഞു വരുന്ന പാറ്റേൺ. നെക്സ്റ്റ് 1025, 1050, 1075, 1100, 1125, 1150. എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ? 25 ആഡ് ചെയ്യുകയാണല്ലേ? ഇതിൻ്റെ ഓരോന്നിൻ്റെ കൂടി 25 ആഡ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പാറ്റേൺ അവിടെ അവസാനിച്ചു. ഇനി അടുത്ത പ്രവർത്തനങ്ങൾ, ബാക്കി വരുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്തായി പോയല്ലോ. എല്ലാവരും നെക്സ്റ്റ് വീഡിയോ ലഭിക്കുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ഈ ലെസണിൻ്റെ തന്നെ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സും അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.